ഒരു ടാറ്റു ഉണ്ട് ഇവിടെ. ഞാൻ കയ്യിൽ ടാറ്റു ഒക്കെ കണ്ടു. ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇപ്പൊ എങ്ങനെ കാണിക്കാം? എന്റെ കാഫിലാണുള്ള കാഫിൽ എന്താ ടാറ്റു ചെയ്തേക്കുന്നത്? ഫുട്ബോൾ. എന്റെ ഫേവറേറ്റ് ഫുട്ബോൾ ടീമിന്റെ ഫേവറേറ്റ് ടീം മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. ഇത് കേൾക്കുമ്പോ കുറെ ട്രോൾസ് വരും കേട്ടോ. കുഴപ്പമില്ല, നമ്മൾ അടുത്ത് ജയിച്ചോളാം. അല്ലെ, ഞാൻ എങ്ങനെ ചോദിക്കും ഓർത്തിരിക്കുമ്പോ ഉടനെ ജയിക്കുമായിരിക്കുമോ? എല്ലാം ദൈവത്തിന്റെ കയ്യിലും ആ ടീമിന് വേണ്ടി കളിക്കുന്ന പ്ലെയേഴ്സിന്റെ കയ്യിലും ആ കോച്ചിന്റെ കയ്യിലും ആ ടീം മാനേജ് ചെയ്യുന്ന ആൾക്കാരുടെ കയ്യിലും. തീർച്ചയായിട്ടും 11 വർഷമായി എന്തെങ്കിലും സിഗ്നിഫിക്കന്റ് ആയിട്ട് ജയിച്ചിട്ട്. നിങ്ങളുടെ പേര് പറഞ്ഞ ഇവിടെ ഞങ്ങൾ വേറെ ചില ടീമുകൾ പിടിച്ചേക്കുന്നുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ ടീംസാണ് ഞാൻ പറയില്ല. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന് ഇത്രയും കാത്തിരിക്കാമെങ്കിൽ ഇനിയും കാത്തിരിക്കാന്ന് പറയുന്ന ടീമുകൾ നമുക്ക് നാട്ടിലുണ്ട്. അത്രയും വെച്ചിട്ട് ഞാൻ നിർത്തുകയാണ്. പിന്നെ റൊണാൾഡോ ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ പ്ലീസ്, ബിഗ് ഫാൻ. എന്നെയും കൂട്ടണം. ജെന്യൂൻ ചോദ്യം ചോദിച്ചോ, ഇത് റൊണാൾഡോ കാണാൻ സാധ്യതയുണ്ടോ? ആ ഗ്യാപ്പിലൂടെ എങ്ങനെ തിരികെ കയറി അവിടെ അത് എത്താൻ പറ്റും? നമുക്ക് നോക്കാം. എങ്ങനെ എത്തിക്കാം പ്ലീസ്? നമുക്ക് അതിനു വേണ്ടി ഒന്ന് ചെയ്തു തരിക. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എന്തായാലും ഇതെന്തായാലും ഒന്ന് അയച്ചു കൊടുത്ത് ഷെയർ ചെയ്യും പുള്ളിക്ക്. ബിഹൈൻഡ് വുഡ്സിന്റെ ടീമും കുമ്മാട്ടിയുടെ എല്ലാ ടീമും റൊണാൾഡോന്റെ മെസ്സേജ് ബോക്സ് വഴി സ്പാം ചെയ്യണം. കാരണം മാധവ് സുരേഷിന് സ്നേഹമാണ്, ഇഷ്ടമാണ്, ആരാധനയാണ്. തീർച്ചയായിട്ടും. അത് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി പോണതിന് മുന്നത്തെ ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്. മൂവി എന്റെ ഒരു ബയസ്ഡ് അൺബയസ്ഡ് ഒപ്പീനിയനും കൂടെ എന്റെ ഇടയിൽ റാഷണലി ഒരു ആക്ടർ എന്നുള്ള നിലയിൽ എന്നെ എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നുള്ള ഒരു സിനിമയുടെ ആൻസർ ഞാൻ പറഞ്ഞിട്ടില്ല. അൺബയസ്ഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അത്ര ശ്രദ്ധിച്ചാണ് ഈ പറയുന്നതെല്ലാം കേൾക്കുന്നത്. ഞാൻ എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെ കിടന്നുകൊണ്ടേ. ഓക്കെ, എനിക്ക് അഗൈൻ ഒരു മലയാളം ക്രൗഡിന് റിലേറ്റ് ചെയ്യുന്ന ഫാമിലി ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഫാമിലി ഓറിയന്റഡ് ക്യാരക്ടേഴ്സ് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. ഒരു ഫാമിലിക്ക് കെയർ ചെയ്യുന്ന ക്യാരക്ടറും ഒരു പ്രൊവൈഡർ മെന്റാലിറ്റി കൊടുക്കുന്ന ഒരു മെയിൽ ക്യാരക്ടറിനെ എപ്പോഴും ഈ ഒരു ക്രൗഡിന് ഇഷ്ടമാണ്. അതിന്റെ കൂടെ തന്നെ അച്ഛൻ ചെയ്ത പല സിനിമകളിലും മാസും കൂടെ ആഡ് ചെയ്ത് ആ ഒരു ആക്ഷൻ ഫാക്ടറും ആഡ് ചെയ്ത് ഒരു ഗാംഭീര്യം ആഡ് ചെയ്ത് വരുന്ന ക്യാരക്ടേഴ്സ് ഉണ്ട്. എനിക്കൊരു 2 റെഫറൻസ് പറയാനാണെങ്കിൽ, ഞാൻ ഒരു അടുത്തൊരു 10-15 വർഷത്തിൽ എൻ്റെ ബോഡി വളരുന്ന രീതി, എൻ്റെ ഫേസ് വളരുന്ന രീതിയും അതിന് ആപ്റ്റായ ഒരു രൂപത്തിലും ഭാവത്തിലും എനിക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ലേലം അല്ലെങ്കിൽ വാഴുന്നൂർ സിനിമയിലെ ചാക്കോച്ചി ആൻഡ് കുട്ടപ്പായ, ഈ 2 ക്യാരക്ടേഴ്സ് എനിക്ക് ഭയങ്കര ഡിയർ ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ്. കാര്യം ഭയങ്കര കംപ്ലീറ്റ് ക്യാരക്ടേഴ്സാണ്. ഒരു സ്നേഹത്തിന്റെ ഇതുണ്ട്, ഫാമിലി വാല്യൂ ഉണ്ട്, അതിനുള്ള റൊമാൻസ് ഉണ്ട്, ആക്ഷൻ ഉണ്ട്. അഗൈൻ കുമ്മാട്ടിക്കളി എന്നൊരു സിനിമയിൽ ഇതിന്റെ എല്ലാം ലൈറ്റ് രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ ഒരു സ്ട്രോങ് സൂട്ടിൽ എല്ലാ ആസ്പെക്റ്റും ഒരു സ്ട്രോങ് സൂട്ടിൽ കാണിക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ അത്രയും നല്ല ഒരു സ്ക്രിപ്റ്റിനകത്ത് അങ്ങനത്തെ ഒരു സിനിമ എന്റെ ചേട്ടൻ ചോദിച്ച ചോദ്യത്തിന് അതുപോലത്തെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ വിത്തിൻ ഒരു 10-15 ഇയേഴ്സ് എനിക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ അതെന്റെ ഒരു വലിയ ആഗ്രഹം തന്നെയാണ്. ലേലം സിനിമ സെക്കൻഡ് പാർട്ട് കൊണ്ടുവരണം, റീമേക്ക് ചെയ്യണം എന്നൊക്കെ ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട്. കുറച്ചും കൂടെ ഒരു വെയിറ്റ് ചെയ്തിട്ട് താങ്കളെ വിളിച്ചാൽ മതി. താങ്കൾ റെഡിയാണ്? അതിന് മുന്നേ ഒരു ഗൂഗിൾ സുരേഷ് റെഡി ആയിട്ട് നിൽപ്പുണ്ട് ചെയ്യണമെങ്കിൽ.